ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഈ ആഗസ്റ്റ് മാസം 22-ാം തീയതി വരെ ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധൻ ലാഭസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തോടു കൂടിയിട്ട് യോഗം ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ്. എന്നാലോ അത്തം നക്ഷത്രക്കാർക്ക് പൊതുവേ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ്. ഇനി തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനും സുഖനാഥനും 4-ാം ഭാവനാഥനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 11-ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നത് കൊണ്ടും ആഗസ്റ്റ് മാസം 22-ാം തീയതി വരെ കർമാധിപനായിരിക്കുന്നതായ ബുധന് ലാഭസ്ഥാനത്ത് ഈ വ്യാഴത്തോടു കൂടിയിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ, ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ കർമ്മപരമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ആഗസ്റ്റ് മാസം 22-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമാധിപതിയായിരിക്കുന്ന ഈ ബുധന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ കർമ്മപരമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണം. തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ 22-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ. എന്നാൽ അത്തം നക്ഷത്രക്കാർക്ക് 7-ാം ഭാവത്തിൽ ശനീശ്വരൻ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ടെൻഷൻ മൂലം പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ ആഗസ്റ്റ് മാസം 22-ാം തീയതി വരെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ജ്ഞാനകാരകനും സർവേശ്വരകാരകനുമായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി മൂലവും വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് നല്ല മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായിട്ടൊരു സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ. എന്നാൽ ആഗസ്റ്റ് മാസം 22-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഈ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് 22-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത്തം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നതും വിശേഷിച്ച് ആഞ്ജനേയ സ്വാമിക്ക് വിശേഷിച്ചുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ശിവക്ഷേത്രത്തിലെ രുദ്രധാര ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണം ചെയ്യും.